600 പേരുണ്ടായിരുന്ന സംഘടന ഇന്ന് 300 പേരേ ഉള്ളൂ. അതിന്റെ കാരണം എന്താ? പറയുന്നവരെ അപ്പൊ പുറത്താക്കുകയാണ്. പിന്നെ നമ്മൾ കോടതിയും കേസുമായിട്ട് നടക്കണം. ഇതിന് ആര് പൈസ കൊടുക്കും? ഇതിന്റെ മെന്റൽ സ്ട്രെസ്, ഇതിന്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്, ഇതിനകത്ത് ടൈം, എനർജി എല്ലാം പോവല്ലേ. ഇപ്പൊ തന്നെ കണ്ട സമാധാനം ഉണ്ടോ എനിക്ക്? ഇങ്ങനെ നടക്കല്ലോ. കോടതി കഴിയുമ്പോൾ ഇന്റർവ്യൂ കഴിയുമ്പോൾ അടുത്തത് ഫോണ്. ഇത് എനിക്കൊരു പേഴ്സണൽ ടൈം കിട്ടണ്ടേ? അതാ എനിക്കറിയില്ല. ഇതിനകത്ത് എൻ്റെ ഒരു പോസിറ്റീവ് ആംഗിൾ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ്. മനസ്സിലായത്? ഇന്നലെ ഞാൻ ടി വിയിൽ ഈ ഇതവർ കണ്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പം എനിക്ക് വേണ്ടി ലൈം ജ്യൂസുമായിട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ് എന്നെ വെൽക്കം ചെയ്യാനായിട്ട് എൻ്റെ പിള്ളേർ. അപ്പം ഇവിടെ അവർ ടി വിയിൽ എന്നെ കാണിക്കുമ്പോൾ അവരെൻ്റെ പ്ലേ കാർഡ് പിടിച്ച് നിൽക്കുക. മനസ്സിലായി? ഒരു അമ്മ എന്നുള്ളതിൽ ഞാൻ വളരെ പ്രൗഡാണ്. എൻ്റെ മക്കള് എന്നെ ഒരു ഫൈറ്റ് ചെയ്യുന്ന അമ്മേനെയാണ് കണ്ടേക്കുന്നത്. എൻ്റെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. ഞാനൊരു അനീതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ കൂട്ടു നിൽക്കുന്നത്. പ്രകസനത്തിനാണോ ഇതൊക്കെ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. എനിക്ക് ഫെയിമിനായിരുന്നെങ്കിൽ എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ. അതല്ലേ എനിക്ക് ഈസി മാർഗം. പക്ഷെ ആളുകൾ പറയുന്നത് 3 സിനിമ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഇരിക്കുന്ന വിവരമില്ലാത്ത ആൾക്കാർ പറയും.